പുതിയ ഒരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഇന്ന് നടന്ന സ്വദേശ് മെഗാ ക്വിസിൻ്റെ UP തലം ചോദ്യപേപ്പറാണ്. എല്ലാ കൂട്ടുകാരും നന്നായി എഴുതിയെന്ന് തന്നെ വിശ്വസിക്കുന്നു. നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കാം. ക്രിസ്തുദേവൻ്റെ പരിത്യാഗശീലവും സാക്ഷാൽ കൃഷ്ണന ഭഗവാന്റെ ധർമ്മരക്ഷോപായവും ഇത് പ്രസിദ്ധമായ ഒരു മലയാള കവിതയിലെ ഗാന്ധിജിയെ പരാമർശിക്കുന്ന വരികളാണ്. ഏത് കവിതയിലെ വരികളാണെന്നാണ് ഉത്തരം. എൻ്റെ ഗുരുനാഥൻ. 2. 1928 മസൂറിയിലായിരുന്ന തൻ്റെ മകൾക്ക് നെഹ്റു എഴുതിയ കത്തുകൾ പിന്നീട് ഒരു പുസ്തകമായി പ്രസിദ്ധീകരിച്ചു. ഏതാണ് ആ പുസ്തകം? ഉത്തരം. ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ. 3. 2026 ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോളിൽ പങ്കെടുത്ത രാജ്യങ്ങളുടെ എണ്ണം എത്രയാണ്? ഉത്തരം. 48. ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം. ഓഗസ്റ്റ് 9. അടുത്ത ചോദ്യം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആരായിരുന്നു? ഉത്തരം. JB കൃപലാനി. ചൗരി ചൗര സംഭവത്തിന് ശേഷം ഗാന്ധിജി പിൻവലിച്ച സമരം ഏത്? ഉത്തരം. നിസ്സഹകരണ പ്രസ്ഥാനം. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്ന് അറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ഉത്തരം. ദാദാഭായ് നവറോജി. 1857 മഹത്തായ വിപ്ലവത്തിലെ ആദ്യത്തെ രക്തസാക്ഷി മംഗൾ പാണ്ഡെ. അടുത്ത ചോദ്യം. ഇന്ത്യൻ കറൻസിയിൽ ₹1 ഒഴികെ ഒപ്പുവെക്കുന്നത് ആരാണ്? ഉത്തരം. റിസർവ് ബാങ്ക് ഗവർണർ. ഇന്ത്യയിലെ പരമോന്നത സാഹിത്യ പുരസ്കാരം ഏതാണ്? ഉത്തരം. ജ്ഞാനപീഠ പുരസ്കാരം. ചരിത്ര പ്രസിദ്ധമായ പഞ്ചശീല തത്വങ്ങൾ എന്ന ഉടമ്പടിയിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി? ജവഹർലാൽ നെഹ്റു. അടുത്ത 12ാമത്തെ ചോദ്യം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം കൊടുത്ത ബ്രിട്ടീഷ് പട്ടാള മേധാവി ആരായിരുന്നു? ഉത്തരം. ജനറൽ ഓഡയർ. ജവഹർലാൽ നെഹ്റു ജനിച്ച വർഷം 1889. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണത്തിന് മുൻകൈയെടുത്ത് പ്രവർത്തിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ A.O. ഹ്യൂം. ആര്യസമാജം സ്ഥാപിച്ചത് ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതി. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ്? ഉത്തരം. ഗോപാലകൃഷ്ണ ഗോഖലെ. അടുത്ത ചോദ്യം. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യക്കാരൻ ആരാണ്? ഉത്തരം. ഡോക്ടർ B.R. അംബേദ്കർ. കീഴരിയൂർ ബോംബ് കേസ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം. ക്വിറ്റ് ഇന്ത്യ സമരം. ഗാന്ധിജിയുടെ ആത്മകഥയായ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണ കഥകൾ ആദ്യമായി പ്രസിദ്ധീകരിച്ച വാരിക ഏതാണ്? ഉത്തരം. നവജീവൻ. ഇന്ത്യയിൽ ആദ്യമായി വയോജനങ്ങൾക്ക് വേണ്ടി ഒരു പ്രത്യേക വകുപ്പ് രൂപീകരിച്ച സംസ്ഥാനം ഏതാണ്? ശരിയായ ഉത്തരം കേരളമാണ്. അടുത്തത് ടൈ ബ്രേക്കർ ചോദ്യങ്ങളാണ്. സാരി ജഹാംസെ അച്ച എന്ന ദേശഭക്തി ഗാനം എഴുതിയത് ഏത് ഭാഷയിലാണ്? ഉത്തരം. ഉറുദു. ഗാന്ധിജിയുടെ ദക്ഷിണാഫ്രിക്കയിലെ ജീവിത അനുഭവങ്ങൾ വിവരിക്കുന്ന സിനിമ ഏതാണ്? ഉത്തരം. മേക്കിംഗ് ഓഫ് മഹാത്മാ. ഇന്ത്യയുടെ രത്നമെന്ന് നെഹ്റു വിശേഷിപ്പിച്ച സംസ്ഥാനം ഏതാണ്? മണിപ്പൂർ. എത്രാമത്തെ വട്ടമേശ സമ്മേളനത്തിലാണ് ഗാന്ധിജി പങ്കെടുത്തത്? ഉത്തരം. 2ാമത്തെ. ഇന്ത്യയിലെ ഏത് രാഷ്ട്രപതിയുടെ ജന്മദിനമാണ് ദേശീയ അധ്യാപക ദിനമായി ആചരിക്കുന്നത്? ഉത്തരം. ഡോക്ടർ S. രാധാകൃഷ്ണൻ. ഇത്രയുമാണ് ചോദ്യങ്ങളും ഉത്തരങ്ങളും. നിങ്ങൾക്ക് എല്ലാ കൂട്ടുകാരും നന്നായി എഴുതിയെന്ന് വിശ്വസിക്കുന്നു. എത്ര മാർക്ക് കിട്ടിയെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ആരൊക്കെ സെലക്ട് ആയെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.